ഹായ് ഹലോ. ഇന്ന് ഞാൻ സ്റ്റീൽ കട്ട് ഓട്സ് കൊണ്ടാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ഓട്സിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഈ സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. ഇത് ഫൈബർ കൂടുതലുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ സ്റ്റീൽ കട്ട് ഓട്സ് വരുമ്പോൾ ഇച്ചിരി കട്ടിയുണ്ട്. സാധാരണ ഓട്സ് പോലെ പെട്ടെന്ന് വേവത്തില്ല. ഇതിനെന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ സൂചി ഗോതമ്പ് നുറുക്കിൻ്റെ അതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയത്തെ ഞാൻ പറയാമേ. നന്നായിട്ട് തിളയൊക്കെ വന്നു. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേവണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കുറച്ച് നന്നായിട്ട് വെന്തു കേട്ടോ. ഇനി ഇപ്പോൾ കുറച്ച് പാല് ചേർക്കാൻ പോവാണ്. പാല് ചേർക്കണം എന്നില്ല, ഞാൻ ഇച്ചിരി പാല് ചേർക്കാം. ഡൈല്യൂട്ട് ചെയ്ത പാലാണ്, ശരിക്കും വെള്ളം ചേർത്ത പാലാണ്. കാരണം കൊഴുപ്പ് കുറച്ചിട്ട് ഇച്ചിരി കുടിക്കാമെന്ന് വിചാരിച്ചാൽ. ഇതെന്തായാലും ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കുറുകും. പിന്നെ നമുക്ക് നട്ട്സോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഇട്ടിട്ട് കഴിക്കാം. ഞാനിപ്പോൾ ഇച്ചിരി പഴവും നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടിട്ടാണ് കഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴവും പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു, നട്ട്സും ഉണ്ട്, മുന്തിരിയുണ്ട്, കുറച്ചേ ഉള്ളൂ. അതങ്ങോട്ട് ഇട്ടിട്ട് ഇത് ശരിക്കും മിക്സ് ചെയ്തിട്ട് കഴിക്കാം. വേറെ പഞ്ചസാരയോ വേറെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഈ പഴത്തിൻ്റെ മധുരം കൊണ്ട് കഴിക്കാം. ഇന്നത്തെ എൻ്റെ ഡിന്നറാണിത്. ഇത് ശരിക്കും കഴിക്കാനുള്ളത്, നല്ല വിശപ്പ് മാറാനുള്ള ശരിക്കും ഇതുണ്ട്. അപ്പം ഇതിനി നമുക്ക് കഴിക്കാമേ. ഇത് നമുക്കിനി കഴിച്ച് കാണിക്കാമേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അധികം മധുരം ഇല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഈ സ്റ്റീൽ കട്ട് ഓട്സിന് നല്ലൊരു തിക്ക് ഇതുണ്ട്. മറ്റേ ഓട്സ് പോലെയല്ല, മറ്റേത് അങ്ങ് ഒത്തിരി അങ്ങ് ലൂസ് പോലെയാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല, കുറച്ചുകൂടി നല്ലൊരു. ഇത് കഴിച്ച് കഴിയുമ്പോൾ നല്ല വിശപ്പെല്ലാം മാറും. കുറച്ചുകൂടി നല്ലത് മറ്റേ ഓട്സിനേക്കാളും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. ഇതുപോലെ കഴിച്ച് നോക്കാം. ഒരു നേരം നമുക്കിങ്ങനെ ഓട്സ് ഇതുപോലത്തെ ഓട്സ് ആക്കി, സ്റ്റീൽ കട്ട് ഓട്സാണ് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫൈബറൊക്കെ കിട്ടും. മറ്റേ ഓട്സിന് അത്രയും ഫൈബർ കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ അത് ഒട്ടും വേവിക്കരുത്. 2 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേഗം എടുക്കണം. വെന്ത് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫൈബർ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം സ്റ്റീൽ കട്ട് ഓട്സ് ആകുമ്പോൾ അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിങ്ങനെ നല്ല നല്ല ഓട്സ്, നല്ല ടേസ്റ്റും ഉണ്ട്, നമുക്ക് കഴിക്കാൻ നമുക്ക് തോന്നുകയും ചെയ്യും. സൂപ്പറാണ്.